ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്യുന്നത് കാനറി ഡിസൈൻസ് ആണ്, കരുനാഗപ്പള്ളിയിലുള്ള. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഡിസൈൻസും. എല്ലാത്തിലും എപ്പോഴും ഒരു വെറൈറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞ് അവിടെ തന്നെ തൊട്ടടുത്താണ് മൊണാലിസ പാർലർ ഉള്ളത്. അപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ മേക്ക് ഓവർ എല്ലാം അവർ വെച്ചിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഫസ്റ്റ് കോസ്റ്റ്യൂം എല്ലാം ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ബിനി ചേച്ചിയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, മൊണാലിസ ഓണറാണ്. പിന്നെ കൂടെ ഹെയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിന്നത് ജയ ചേച്ചിയായിരുന്നു. എനിക്ക് അവരുടെ ബിനി ചേച്ചി ഭയങ്കര സ്വീറ്റാണ്. രണ്ടുപേരുടെയും ഒരു ട്രീറ്റും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്നേഹമാണ്. പിന്നെ അതേ എൻ്റെ കൂടെ പെയർ ഷൂട്ടിന് ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. ആളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുവാണ്. പിന്നെ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഉള്ള ലുക്കാണ്. പിന്നെ ഹെയർ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഹെയറും കൂടെ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ ഫസ്റ്റ് ടൈമാണ് ഷൂട്ട് ചെയ്യുന്നത്. വെഡ്ഡിങ് ഡ്രസ്സാണ്. പിന്നെ എനിക്കിപ്പോൾ കുറച്ച് പനിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മാറിയിരിക്കുന്നത്. ഹെയറൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും എനിക്ക് ആ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ലുക്കായിരുന്നു. അങ്ങനെ ബിനി ചേച്ചിയുടെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ ലൊക്കേഷൻ വെച്ചിരുന്നത് ഫോട്ടോഷൂട്ടിൽ. അവിടെ ചെന്നപ്പോൾ സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു വലിയ പൂന്തോട്ടം എന്നു പറയാം അവിടെ വന്നു. ഇതേ കണ്ടോ, എന്ത് രസമായിട്ടാണ് ഇതെല്ലാം അവിടുത്തെ അങ്കിള് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. ഇത്രയും പാഷനേറ്റ് ആണല്ലോ പ്ലാന്റ്സിനോടൊക്കെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇത്ര മെനക്കെട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പഠിച്ച് ചെയ്യുന്നില്ല. പിന്നെ അവിടെ തന്നെ ഒരു ട്രീ ഹൗസ് പോലെ ഒരു സംഭവമുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഷംനാദും പ്രിൻസും ആയിരുന്നു. പിന്നെ സിബു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനും ഉണ്ടായിരുന്നു. മൂന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു. അമീനാണ് എൻ്റെ പെയർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ദേ കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരുപാട് മറ്റേ കുരുവികളും കുഞ്ഞു ബേർഡ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ കോഴിക്കാർപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്ന ബേർഡ്സിനെ എല്ലാം അവിടെ കുറച്ച് വേറെയുള്ള ജീവികളുടെ ശല്യമുണ്ട്, എലി അങ്ങനെയൊക്കെയുള്ള ശല്യമുണ്ട്. അപ്പോൾ അതിനെ കൊന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ബേർഡ്സിനെ ഒന്നും അതിനകത്ത് വളർത്തിയില്ല. പിന്നെ അതേ ഈ കുളം, അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലായിട്ടൊക്കെ ഉള്ള ഫിഷ് അവർ കറി വെക്കാനൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീനൊക്കെ വളർത്തുന്നത്. ഇവർ ബേർഡ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അവിടെ എല്ലാ ബേർഡ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര കമ്പനിയാണ്. ഞാനിപ്പോൾ ക്യാമറ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു. പിന്നെ പ്രാവുണ്ട്, കുറേ ചെടികളുണ്ട്. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചേട്ടനോട് ചോദിച്ചു, ഇതിനോടുള്ള പാഷനാണോ, എങ്ങനെയാണ് ഇത്രയും സമയം ഇരുന്ന് ചെയ്തത്. അപ്പോൾ പറഞ്ഞത് കോവിഡിൻ്റെ ടൈമിൽ കുറേ ഫ്രീ ടൈം കിട്ടിയായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നിയത് എന്നൊക്കെയാണ് പറഞ്ഞത്. പണ്ട് മുതലേ ഇതിനോടൊക്കെ ക്രേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ കാനറി ഡിസൈൻസിൻ്റെ ഡിസൈനർ ഇത്ത നൂർജഹാൻ. പിന്നെ 3 മിടുക്കി കുട്ടികളും കൂടെ ഉണ്ട്. 3 പേരും നല്ല മിടുക്കികളാണ്. ഇതാണ് ചേട്ടൻ, വിദ്യാസാരംഗം എന്ന ചേട്ടൻ്റെ പേര്. അപ്പം ഞാനിങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അവിടെ ഒരു വെജിറ്റബിളിൻ്റെ കൃഷിയും കൂടെ ഉള്ളൊരു സ്ഥലമുണ്ട്. കുഞ്ഞുനാൾ തൊട്ടേ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചെയ്തിരിക്കുന്ന ചെടികളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ക്രീപ്പിംഗ് ഫിഗ് പോലെയുള്ള ചെടികളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിലൊക്കെ ഭയങ്കര വിലയാണ്. ഇതിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനൊക്കെ ഏതാണ്ട് ഒരു 12,000 അങ്ങനെയൊക്കെയാണ് വില ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്തുകൊണ്ട് ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്തുവിടാന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് പിന്നീട് ഇവിടെ വരെ എത്തിയെന്നാണ് പറഞ്ഞത്. ഇതാണ് അവരുടെ പച്ചക്കറിത്തോട്ടം. അവിടെ ക്യാബേജും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പാവല്, കുമ്പളം, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പാവയ്ക്ക, മത്തങ്ങ, പിന്നെ പപ്പായ, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഈ പൂളിന് മുകളിലായിട്ടുള്ള ആ ഒരു ആളുടെ രൂപവും എല്ലാം ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ്.
എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലൊക്കേഷൻ.